പടച്ച റബ്ബിനോടുള്ള ഇഹ്സാൻ നമ്മൾ പറഞ്ഞു, പടപ്പുകളോടുള്ള ഇഹ്സാൻ അത് മൃഗങ്ങളോട് വരെ. അതൊക്കെ പ്രവർത്തിക്കുന്നവന് ആര് ആര് മുഹ്സിൻ. അത് ഞാൻ പറഞ്ഞത് ഇഹ്സാൻ ഏതിൽ പരിമിതമല്ല, നിസ്കാരത്തിലും സക്കാത്തിലും ആഖിറത്തിലുള്ള യഖീനിലും പരിമിതമല്ല. ഇഹ്സാന്റെ ഗണം അത് വിശാലമാണ്. അൽ ആമിലു ലിൽ ഹസനാത്ത്, ഹസനാത്ത് പ്രവർത്തിക്കുന്നവൻ എന്നാണ് ചില തഫ്സീറുകൾ പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഇഹ്സാൻ പ്രാധാന്യത്തിൽ പുലർത്തേണ്ട മേഖല ഏതാണ്? അത് മൂന്നെണ്ണം. അതൊന്ന് നിസ്കാരം, 2 സക്കാത്ത്, 3 ആഖിറത്തിലുള്ള യഖീൻ, ഉറച്ച വിശ്വാസം. നമുക്ക് കുറച്ച് പറയേണ്ടതാണ്. അത് മൂന്നും ഇത് പറയേണ്ട ഒരു വിഷയമാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബൂദർ ഇത്തഖില്ലാ ഹൈസുമാ കുൻത്. അബൂദർ ഇത്തഖില്ല, പഠിച്ചോനെ സൂക്ഷിച്ചോ, ഹൈസുമാ കുൻത്, എവിടെയാണെങ്കിലും. വഅത്ബിഇൽ സയ്യിഅത്തൽ ഹസന, തിന്മ ചെയ്താൽ തുടർന്ന് നന്മ ചെയ്യണം. തംഹുഹ, തിന്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്താൽ ആ നന്മ ഈ തിന്മയെ മായിക്കൂ. എന്നിട്ട് അപ്പോൾ അബൂദർ അങ്ങോട്ട് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ് ആമീനൽ ഹസനാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആമീനൽ ഹസനാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഹസനാത്തിൽ പെട്ടതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബൽ ഹുവ അഫ്ദലുൽ ഹസനാത്ത് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അഫ്ദലുൽ ഹസനാത്ത്, എന്താ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത്, അതാണ് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഹസനത്ത് ചെയ്യുന്നവർ എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹസനത്ത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ സാക്ഷാത്കാരാണ്. പിന്നെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ്, വുളു ചെയ്യാനുള്ള വെള്ളം. അപ്പോൾ വെള്ളം കൊണ്ടുവന്നപ്പോൾ വുളു ചെയ്ത്, നല്ല രീതിയിൽ വുളു ചെയ്ത്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ, ഞാൻ ഈ വുളു ചെയ്തതുപോലെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവദ്ദഅ നഹ്വ വുദൂഇ ഹാദാ, ഞാൻ ഈ വുളു ചെയ്തതുപോലെ വല്ലവരും വുളു ചെയ്യുകയും സുമ്മ സല്ല ദുഹ്ർ, എന്നിട്ട് ദുഹർ നിസ്കരിക്കുകയുമാണ് എങ്കിൽ യുഗ്ഫറു ലഹു മാ ബൈനഹു വബൈന സലാത്തി സുബ്ഹ്, അയാൾക്ക് ഈ ദുഹറിൻ്റെയും സുബഹിൻ്റെയും ഇടയിലുള്ള തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. വമൻ സല്ലൽ അസർ, വല്ലവരും അസർ നിസ്കരിക്കുകയായാൽ യുഗ്ഫറു ലഹു മാ ബൈന സലാത്തി ദുഹ്രി വൽ അസർ, അസറിൻ്റെയും ദുഹറിൻ്റെയും ഇടയിലുള്ള തെറ്റുകളൊക്കെ അയാൾക്ക് പൊറുക്കപ്പെടും. പിന്നെ മഗ്രിബിനെ കുറിച്ച് പറഞ്ഞു, മഗ്രിബ് നിസ്കരിക്കുകയാണെങ്കിൽ മഗ്രിബിൻ്റെ അസറിൻ്റെ ഇടയിലുള്ളത് പൊറുക്കപ്പെടും. പിന്നെ ഇശ നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഇഷയിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിലുള്ളതും പൊറുക്കപ്പെടും ഒതു ചെയ്തിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, പിന്നീട് ഇശ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾ ഉറങ്ങും, തമറുഹ്, കിടപ്പിൽ ഉരുണ്ട് മറിഞ്ഞ് ഒതു പോകും അല്ലേ. നഫ്ലാസൽ തങ്ങൾ പറഞ്ഞു എന്നാണ്, ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒതു ചെയ്തിട്ട് സുബഹി നിസ്കരിക്കുകയായാൽ സുബഹിൻ്റെയും ഇഷായിൻ്റെയും ഇടയിൽ അയാൾ നിന്ന് വന്ന പോയ തെറ്റുകൾ പൊറുക്കപ്പെടും. യുഗ്ഫർ ലഹു ബൈന സുബഹി വസലാത്തിൽ ഇഷ എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, ഹുന്നൽ ഹസനാത്ത്, അവയാകുന്നു ഹസനാത്ത്. അപ്പോൾ ഏതാകുന്നു ഹസനാത്ത്? ഈ 5 വക്ത് നിസ്കാരം, സുബഹി, ദുഹർ, അസർ, മഗ്രിബ്, ഇഷ, ഈ നിസ്കാരങ്ങളാകുന്നു ഹസനാത്ത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ചിലർ ഉസ്മാനോട് ചോദിച്ചു എന്നാണ്, ഉസ്മാൻ ഇവകളാണ് ഹസനാത്ത്, അപ്പോൾ ഫമൽ ബാക്കിയാത്ത് എന്ന് ചോദിച്ചു എന്നാണ്. എന്താണ് ബാക്കിയാത്ത്? കേട്ടിക്കണേ? വെല്ലൂർ ബാക്കിയാത്തല്ല, പിന്നെയോ അൽ ബാക്കിയാത്ത് സാലിഹാത്ത് അല്ലേ. അപ്പോൾ ഉസ്മാനോട് ചോദിച്ചു, ഹസനാത്ത് ഓക്കെ 5 വക്ത് നിസ്കാരമാണ്, അപ്പോൾ ഈ ബാക്കിയാത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അവയാകുന്നു അൽ ബാക്കിയാത്ത് എന്ന് പറഞ്ഞു എന്നാണ്. അതായത് പ്രതിഫലം ശേഷിക്കുന്ന, പുണ്യം നിലനിൽക്കുന്ന വചനങ്ങൾ അവയാണ് എന്ന് പറഞ്ഞു എന്ന ഹദീസിൽ കാണാം.